200 പെൺകുട്ടികൾ, 350-ലേറെ ക്ലിപ്പുകൾ. അമരാവതിയിലെ ഫ്ളാറ്റിൽ നടന്നത് നടുക്കുന്ന പീഡനമാണ്. ഈ വാർത്തയിലേക്കാണ് 20th അവർ ഇനി പോകുന്നത്. മഹാരാഷ്ട്രയിലെ അമരാവതിയിലെ ഒരു സാധാരണ അപ്പാർട്ട്മെന്റിൽ നടന്നത് ഞെട്ടിക്കുന്ന പീഡനങ്ങളാണ്. 200ഓളം പെൺകുട്ടികളാണ് ലൈംഗികാതിക്രമത്തിന് ഇരയായത്. പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും അശ്ലീല വീഡിയോകൾ പകർത്തുകയും ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റിലായ പ്രതി അഹമ്മദ് തൻവീറിന്റെ പ്രവർത്തികളിൽ നേരത്തെ തന്നെ സംശയം തോന്നിയിരുന്നെന്നും ഇത് വീട്ടുടമയെ അറിയിച്ചിരുന്നെന്നും ഫ്ളാറ്റിലെ താമസക്കാരൻ പറഞ്ഞെങ്കിലും ഇതിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അമരാവതിയിലെ പലത്വാഡയിലുള്ള ഒരു ഫ്ളാറ്റിലാണ് പ്രതി പെൺകുട്ടികളെ എത്തിച്ചിരുന്നത്. പെൺകുട്ടികളുടെ അശ്ലീല വീഡിയോകൾ ചിത്രീകരിക്കാൻ ഈ ഫ്ളാറ്റാണ് പ്രതി ഉപയോഗിച്ചിരുന്നത്. അർദ്ധരാത്രികളിലാണ് പ്രതി പെൺകുട്ടികളുമായി എത്തുന്നത്. പല സന്ദർശകരും ദുപ്പട്ട കൊണ്ട് അവരുടെ മുഖം മറച്ചോ ബുർഖ ധരിച്ചോ ആണ് എത്തിയിട്ടുള്ളത്. ഇത് അയൽക്കാരിൽ സംശയം വർദ്ധിപ്പിച്ചു. താമസക്കാരിൽ നിന്ന് നിരവധി പരാതികൾ ലഭിച്ചിട്ടും ഫ്ളാറ്റിന്റെ ഉടമ യാതൊരു നടപടിയും എടുത്തിരുന്നില്ല. പോലീസ് സംഘം ഫ്ളാറ്റിലെത്തിയതോടെയാണ് സംഭവത്തിൽ വഴിത്തിരിവായത്. ഇതിൽ വീട്ടുടമയുടെ പങ്കും അന്വേഷിക്കണമെന്നാണ് അയൽക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസിൽ അഹമ്മദ് തൻവീറിനൊപ്പം സുഹൃത്ത് ഉജേർ ഖാനും അറസ്റ്റിലായിരുന്നു. പെൺകുട്ടികളെ അഹമ്മദ് തൻവീർ ലൈംഗികമായി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയത് ഉജേർ ഖാൻ ആയിരുന്നു. ഇവരുടെ ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചത് 350ഓളം അശ്ലീല വീഡിയോകളാണ്. ഇരുവരും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസവും സാമ്പത്തിക തർക്കവുമാണ് സംഭവം പുറത്തറിയാൻ കാരണമായത്. അഹമ്മദ് തൻവീറിനെ കുടുക്കുക എന്ന ഉദ്ദേശത്തോടെ പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വീഡിയോകൾ ഉജേർ ഖാൻ ഇൻസ്റ്റഗ്രാമിലും സ്നാപ്ചാറ്റിലും പോസ്റ്റ് ചെയ്യുകയായിരുന്നു. വീഡിയോകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പോലീസിനെ സമീപിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. സംഭവത്തിൽ ഇനിയും കൂടുതൽ പ്രതികൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളുടെയും ലാപ്ടോപ്പിന്റെയും പരിശോധന തുടരുകയാണ്. कि अभी तक टोटल 4 आरोपियों को जो है हमने अरेस्ट कर लिया है. इसके अलावा 2 और आरोपी को जो है अरेस्ट करने का जो प्रोसीजर है वो शुरू है. इसके अलावा और 4 आरोपी को जो है अभी हम इंटरोगेट कर रहे हैं. एंड जैसे जैसे जो भी इन्वेस्टिगेशन में हमारे सामने आ रहा है वैसे हम इतर आरोपी को जो है कस्टडी में लेके आगे का जो प्रोसीजर है वो कर रहे हैं. आरोपियों का संख्या जो है बढ़ सकता है. इसके अलावा अभी तक जो है पूरे 5 मोबाइल डिवाइसेस जो है हमने जब्त किया है. इसके अलावा भी हमारा सर्च एंड सीजर का जो प्रयास है वो शुरू है. जो भी मोबाइल डिवाइस या लैपटॉप वगैरह जो भी हमारे सामने आएगा उसको हम सीज करते हुए आगे बढ़ने वाले हैं. ഇതുവരെ 8 പേരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ അശ്ലീല വീഡിയോ ക്ലിപ്പുകളും ചിത്രങ്ങളും പ്രചരിപ്പിച്ചുവെന്നതാണ് കേസ്. ഏപ്രിൽ 11-ന് ഇത്തരം വീഡിയോകൾ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചതെന്ന് അമരാവതി പോലീസ് സൂപ്രണ്ട് വിശാൽ ആനന്ദ് പറഞ്ഞു. സൂചനകളെ തുടർന്ന് ഏപ്രിൽ 13-ന് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. ഇയാളെ ഏപ്രിൽ 21 വരെ പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ഇനിയും പരാതിക്കാർ ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നുമില്ല. പരാതിക്കാർക്ക് സമീപിക്കാൻ വേണ്ടി വനിതാ ഉദ്യോഗസ്ഥർ മാത്രം ഉൾപ്പെടുന്ന ഒരു സെൽ അമരാവതി റൂറലിൽ രൂപീകരിച്ചിട്ടുണ്ട്. അതിജീവിതമാരോടും കുടുംബങ്ങളോടും മുന്നോട്ട് വന്ന് മൊഴി നൽകാൻ പോലീസ് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ മുന്നോട്ട് വരുന്നവർക്ക് എല്ലാവിധ സംരക്ഷണവും പോലീസ് ഉറപ്പു നൽകുകയും ചെയ്തു. कन्वीनियंस के हिसाब से जो भी लोकेशन एंड टाइम आपको सूटेबल लगता है वहाँ पे आप ये महिला अधिकारियों को बुला के आपका जो भी स्टेटमेंट है वो आप कॉन्फिडेंशियल पद्धति में उनको बता सकते हैं. वो हम स्टेटमेंट आपका लेंगे एंड आपके सामने ही ये स्टेटमेंट जो है हम सील करेंगे. सील करके जो भी संबंधित महिला अधिकारी है उनके सामने ही जो है ये रखा जाएगा सो दैट किसी भी हाल में विक्टिम एंड उनके विक्टिम की फैमिलीज के आइडेंटिटीज सामने नहीं आना चाहिए. ऐसा करके हम पूरा 100% जो है प्रयास करेंगे और इसकी व्यक्तिगत जवाबदारी जो है वो मेरी. ഭാരതീയ ന്യായ സംഹിത, പോക്സോ നിയമം എന്നിവയുടെ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 10 ഉദ്യോഗസ്ഥരും 35 ഉദ്യോഗസ്ഥരും അടങ്ങിയ ഒരു പ്രത്യേക അന്വേഷണ സംഘം
കേസ് അന്വേഷിക്കാൻ രൂപീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.